നമ്മുടെ പ്രതിനിധിമാർ, ഒരുപാട് നേതാക്കന്മാരും എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് ഇവിടെ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാൻ കഴിയുന്നതൊരു നിയോഗമാണ്, സർവശക്തന്റെ നിയോഗമാണ്. അവിടെ ചെന്ന് ചരിത്രമിടറങ്ങുന്ന ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ആ ഹജ്ജ് കർമ്മം അതിൻ്റെ യഥാവിധി ചടങ്ങുകൾ പൂർത്തിയാക്കി നിർവഹിച്ച് തിരിച്ചു വരുന്നത് ദൈവത്തിൻ്റെ നിയോഗം തന്നെയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമുക്കെല്ലാവർക്കും ഇടയിലുള്ള സാഹോദര്യവും കൂടി നിലനിൽക്കുന്നതിന് വേണ്ടി കൂടിയിട്ടുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും എന്നെനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന് പ്രത്യേകിച്ചൊരു പാരമ്പര്യം നവീകരിക്കുന്നതിന് തുല്യമാണ്. പോകുന്ന നമ്മളൊരു വിശകലനം നടത്തുകയും നമ്മൾ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അവരോട് മാപ്പ് ചോദിക്കുകയും, നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ സമയത്ത് ചെയ്യാത്ത ഒരാളും ഈ ഭൂമിയിലില്ല. ആ തെറ്റ് ആരോടാണ്? മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകൻ എത്തിയപ്പോൾ അദ്ദേഹം അവിടെ എല്ലാവരെയും വിശ്വാസത്തിലുണ്ട്. അവിടെ മുസ്ലിങ്ങൾ മാത്രമായി അല്ല ഉണ്ടായിരുന്നത്, അവിടെ ക്രൈസ്തവരും ജൂതന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരു പ്രദേശത്ത് ഒരുമിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിന് ഈ പലപ്പോഴും പലർക്കും ഉണ്ടാകാറില്ല. പക്ഷെ അങ്ങനെ സർവശക്തനായ അല്ലാഹു മംഗളകരമായി തന്നെ പോയത് എല്ലാ യാത്രാ മണ്ഡലങ്ങളും ചേർന്നുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ശക്തികൾ സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഉള്ള ഉപഹാരം നൽകി ഇനി സൗദിയിൽ വിളിക്കുന്ന കർമ്മത്തിൽ വന്ന് കമാൽ എന്ന അടുത്തത് ഇബ്രാഹിം അബ്ദുൽ ലത്തീഫിന് ശേഷം അടുത്തത് ഇബ്രാഹിം കുട്ടി എ ഇബ്രാഹിം കുട്ടി. പരികുഞ്ഞു യമം